ശൂരനാട് വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനും ഗാന്ധി പ്രതിമയ്ക്കും നേരെ അക്രമം. സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായിരുന്നു. ശൂരനാട് വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെയും ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് നേരെയുമാണ് അക്രമമുണ്ടായത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മഹാത്മാ പ്രതിമ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ കൃത്യമായ ഇടപെടലുകൾ പാർട്ടി നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളായ ശശികുമാരൻ നായർ, ആർ ചന്ദ്രശേഖരൻ, പി വേണുഗോപാലക്കുറുപ്പ്, അനിൽ കാരിക്കാട്, പ്രസന്നൻ വില്ലാടൻ, അഞ്ജലി, എച്ച് അബ്ദുൽ ഖലീൽ, എസ് ശ്രീകുമാർ, അരുൺ ഗോവിന്ദ, ശൂരനാട് സുവർണൻ, നളിനാക്ഷൻ തുടങ്ങിയവർ കോൺഗ്രസ് ഓഫീസും ഗാന്ധി പ്രതിമയും സന്ദർശിച്ചു. തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ജനൽ ചില്ലുകൾ ഉൾപ്പെടെയുള്ള ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അടിച്ചു തകർക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഇവിടെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷമുണ്ടായിരുന്നു. അക്രമത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസിൻ്റെ പതാക ഉൾപ്പെടെ ഗാന്ധി പ്രതിമ ഉൾപ്പെടെ തകർക്കുകയും അതിനുശേഷം അർദ്ധരാത്രിയിൽ വീണ്ടും ആളുകളുടെ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുന്ന സമീപനവുമായി മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടെ കുറച്ചുകൂട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ആഭാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട് പലരുടെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നിരന്തരം കഴിഞ്ഞ ദിവസം എഴുകോണിൽ സംഭവിച്ചു, കടക്കൽ സംഭവിച്ചു. കടക്കലിലെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു. ഇന്നലെ എഴുകോണിൽ ആക്രമിച്ചു. അങ്ങനെ പല ഭാഗങ്ങൾ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ഇത് കോൺഗ്രസ് നോക്കി നിൽക്കാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, ശൂരനാട്.